നമസ്കാരം. ആത്മസൂത്ര മൈൻഡ് കെയറിന്റെ സിംപ്ലി 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാർസിസിസ്റ്റിക് ബിഹേവിയർ, ഇത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ബിഹേവിയർ, നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരെ നമ്മളുടെ റിലേഷൻഷിപ്പിൽ മാനേജ് ചെയ്ത് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ വർക്ക് പ്ലേസിൽ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എങ്ങനെയാണ് നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാം? നമ്മൾ ഏതൊരു പ്രോബ്ലവും സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മളെല്ലാവരും കുറച്ച് നാർസിസം ഉണ്ടാവാം, അതിനെ നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എന്ന് വിളിക്കും. എന്നാൽ ഭയങ്കര നാർസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ഒരാളാണെന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? സിമ്പിൾ അല്ലേ? അവരെപ്പോഴും അവരെ പറ്റി മാത്രം തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനൊരു വലിയ സംഭവമാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ എല്ലാ അപ്രിസിയേഷനും കിട്ടണം. നമ്മുടെ ടീമിലോ നമ്മുടെ ജീവിതത്തിലോ വേറെ ആരെന്ത് നല്ല കാര്യം ചെയ്താലും അവരതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവില്ല. മാത്രമല്ല, വേറെ ആർക്കെങ്കിലും അപ്രിസിയേഷൻ കിട്ടുകയാണെന്ന് അറിയുകയാണെങ്കിൽ അത് തനിക്കാക്കി മാറ്റാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ടീം മെമ്പറായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര മെനക്കെട്ടാലും അവർ അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവരെപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കും. അവരെ നമ്മളെ പുകഴ്ത്തി പറയും, അവർ തന്നെ രാജാവെന്ന് പറയുകയും വേണം. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് തരികയില്ല. ഇനി അവർക്ക് ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി അവർ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളുടെ ടീം മെമ്പേഴ്സോ നമ്മളുടെ ബോസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സോ ആരോ ആയിക്കോട്ടെ, നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെല്ലാം അവർക്കുണ്ടോ എന്നൊന്ന് നോക്കുക. ചില ആൾക്കാർ ചില സമയങ്ങളിൽ നമ്മുടെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കുക, പക്ഷെ അതൊരു ത്രൂ ഔട്ട് അങ്ങനെ ഒരു ട്രെയിറ്റ് എക്സിബിറ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ നാർസിസിസ്റ്റ് ഒന്നുമല്ല, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവരുടെ ഒരു റിയാക്ഷൻ മാത്രമായിരിക്കും. എന്നാൽ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ സ്വഭാവം ത്രൂ ഔട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ വർത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവരെപ്പോഴും റെഡി ആയിരിക്കും. ഇത് തന്നെയാണ് നാർസിസത്തിൻ്റെ ഏറ്റവും വലിയ ട്രെയിറ്റ്. ചിലപ്പോൾ നമ്മളെ സ്വീറ്റ് ടോക്ക് ചെയ്ത്, അതായത് നമ്മൾ നന്നായി സംസാരിച്ച് നമ്മൾ ഇമോഷണലി എംപത്തറ്റിക് ആണെന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ നമ്മളെ മുതലെടുക്കും. ചില സമയത്ത് അവർ പേടിപ്പിച്ചും അഗ്രസീവായും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തും ഒക്കെ അവർ മുതലെടുക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ വർക്ക് പ്ലേസിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ മാനേജ് ചെയ്യും? നാർസിസിസം മാനേജ് ചെയ്യാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. നമ്മളുടെ സ്പേസ് നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ സ്വഭാവമുള്ള ഒരാളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് മാറ്റി മാത്രം നിർത്തുക. നമ്മൾ അവരുടെ അടുത്ത് പോയി ഭയങ്കര ഫ്രണ്ട്ലി ആവാനോ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ പോയി അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ ഒന്നും ചെയ്യരുത്. കാരണം നമ്മളുടെ വർക്കിനെ കുറിച്ചും നമ്മളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചും അവർക്ക് എത്രത്തോളം നോളജ് കിട്ടുന്നു അത് അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. നാർസിസിസം എന്ന് പറഞ്ഞാൽ തന്നെ ഹൈറ്റ് ഓഫ് ഈഗോ എന്നാണ് അർത്ഥം. സെൽഫ് ലവിൻ്റെ അങ്ങേ അറ്റം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരക്കാരുമായിട്ട് ഒരു രീതിയിലും ഈഗോ ബാറ്റിൽസിന് പോകരുത്. അവർ നമ്മൾക്ക് മത്സരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ ജോലിയായിട്ട് പോകണം. നമ്മൾ അവരോട് ഈഗോ ബാറ്റിൽസിന് അവരെ കുറച്ച് കാണിക്കാൻ നമ്മൾ ഒരു ഓപ്പൺ ഫൈറ്റിന് പോയാൽ അവർ അത്രയും അഗ്രസീവായി നമ്മളെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ടിപ്പ് നമ്പർ 2 is അവോയ്ഡ് ഈഗോ ബാറ്റിൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ നാർസിസിസ്റ്റ് ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മിനിമം ആക്കണം. അതുപോലെ സ്ട്രാറ്റജിക്കായിട്ട് ആലോചിച്ച് മാത്രം നമ്മൾ ഇവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വർക്ക് പ്ലേസിൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഐഡിയയോ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് ഇവരുമായിട്ട് പോയി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നതിന് മുമ്പ് ആരോടാണോ ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഇവർ തന്നെ വന്നങ്ങ് പറയും. അപ്പോൾ നമ്മൾ പിന്നെ ആരായി അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സ്ട്രാറ്റജിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ സംസാരിക്കുമ്പോൾ അളന്ന് തൂക്കി സംസാരിക്കുക. ഇവരോട് പറയേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അതിനുശേഷം നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസ് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യരുത്. മാത്രമല്ല, നമുക്കിനി എന്തെങ്കിലും ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് വിത്ത് എവിഡൻസ്. അതായത് ഇമെയിൽ വഴിയോ
അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന കോപ്പി അതേസമയം വേറൊരാൾക്കും കൂടെ കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എവിഡൻസ് ക്രിയേറ്റ് ചെയ്ത് മാത്രം നമ്മൾ ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ദ ടിപ്പ് നമ്പർ 3 ഫോർ മാനേജിങ് നാർസിസിസ്റ്റിക് ബിഹേവിയർ ഇൻ വർക്ക് പ്ലേസസ്, യൂസ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? ഐ എന്ന് അവരുപയോഗിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നമ്മൾ ഇതേ ഐ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, അവർക്ക് ഭയങ്കര ഒരു ട്രിഗറാണ്, അവരുടെ നാർസിസം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വാക്കാണ് ഐ. അവരെപ്പോഴും പറയും ഐ ആം ഗ്രേറ്റ്, ഐ ഡിഡ് ദിസ് പ്രസൻറ്റേഷൻ, അത് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഭയങ്കര സംഭവമാണ്. അവരെ വലുതാക്കി കാണിക്കാൻ അവർ കഥകൾ പറയുമ്പോൾ മുഴുവൻ അതിനകത്ത് ഞാനായിരിക്കും. കഥയ്ക്ക് പോലും ഇമ്പോർട്ടൻസ് കാണൂല, അവർക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കാണുള്ളൂ. എന്നാൽ ഇതേ ഞാനിനെ പറ്റി നമ്മൾ പറഞ്ഞാലോ അവർക്ക് തീരെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള ടിപ്പ് നമ്പർ 4 ഇസ് നെവർ യൂസ് ഐ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യൂസ് വി, നമ്മളെന്ന് ഉപയോഗിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പുതിയൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഐഡിയ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇത് എൻ്റെ ഐഡിയ എന്ന് പ്രസൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ ഇതാണ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് കാണുമ്പോൾ ദാറ്റ് ആക്ച്വലി കൂൾസ് ദ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഇൻ ദം. ഈ നാർസിസിസ്റ്റിക് ബിഹേവിയർ ട്രേറ്റ് ഉള്ള ആര് നമ്മളുടെ ലൈഫിൽ ഒരു പാർട്ട്ണറായി വന്നാലും കൊള്ളാം, ഒരു കൊളീഗായി വന്നാലും കൊള്ളാം, ഒരു ബോസായി വന്നാലും കൊള്ളാം, അന്ന് തൊട്ട് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് വലിയ തരത്തിലുള്ള ഒരു ചേഞ്ചാണ് വരുന്നത്. നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഇതുവരെ മാറിപ്പോകും. കാരണം എന്താ, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളടുത്ത് പറയണം നമ്മൾ കൊള്ളൂല, അവരാണ് എല്ലാം ചെയ്തത്. പിന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളായിരിക്കും കുറ്റക്കാർ. അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ, ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായാൽ പോലും പറയാം നീ ഇന്നലെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായെന്ന് പറയും. അത്രയധികം എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് സെൽഫ് ലവ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല, പകരം നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ. ആൻഡ് ദർ ഈസ് എ ലിമിറ്റ് ടു അഡ്ജസ്റ്റ്മെൻറ്റ്. എങ്ങനെ നമുക്ക് ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മളിവരോട് എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, ഈ ചെയ്യുന്നതിനെല്ലാം എങ്ങനെ എവിഡൻസ് ഉണ്ടാക്കാം, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്പുകളെല്ലാം ഫോളോ ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് ടേക്സ് മോർ ദാൻ 50% ഓഫ് അവർ മെൻ്റൽ സ്പേസ്. നമ്മളൊരു സ്ഥലത്ത് പോകുന്നത് വർക്ക് ചെയ്യാനാണ്, നമ്മുടെ ഏറ്റവും നല്ല പൊട്ടൻഷ്യൽ ഇട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാനാണ് നമ്മളൊരു സ്ഥലത്ത് പോകുന്നത്. എങ്കിൽ ഇങ്ങനത്തെ ചില കൊളീഗ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ പറ്റുക, നമുക്ക് നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പകരം ഇവരോട് യുദ്ധം ചെയ്യുന്നതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഈവൻ വെൻ വി സേ എവറിത്തിങ് ലൈക്ക് ദിസ്, റിമെമ്പർ നോ വെൻ ടു ലീവ്. ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് ബാധിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ റിമെമ്പർ ദർ ഈസ് ഓൾവേസ് എ സെക്കൻഡ് കമ്പനി. നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും ജോലി കിട്ടും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. സോ ഇറ്റ്സ് ടൈം ടു ക്വിറ്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വർക്ക് പ്ലേസ് നല്ല ഹാപ്പിയും ഹെൽത്തിയും നോൺ നാർസിസിസ്റ്റിക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.